ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. അമ്മമാരുടെ പ്രാർത്ഥന, അതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ പല രാത്രികളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ വളരെ ഊർജ്ജസ്വലതയോടെ ഒന്നും ഓടിയ ഒരു അമ്മയല്ല എനിക്കുണ്ടായിരുന്നത്. എന്നാൽ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ അമ്മമാരുടെ അപ്പന്മാരുടെ മാതൃക പിന്തുടർന്നാണ് നമ്മുടെ മക്കൾ. ഒരു ശമൂവേൽ ബാലൻ, ഒരു നല്ല പ്രവാചകൻ, ഒരു നല്ല പുരോഹിതൻ, നല്ലൊരു ന്യായാധിപൻ അവിടെ ഉണ്ടായത് വേറെ ഒന്നും കൊണ്ടല്ല. ഒരു പുരോഹിതൻ വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെ ത്യാഗങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വെറുതെ അങ്ങ് ഇറങ്ങി തിരിച്ചതാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളും നിലവിളികളും പ്രാർത്ഥനകളുമുണ്ട്. ദൈവസന്നിധിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മളുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയം പകരുന്ന പ്രാർത്ഥന. ശമൂവേലിനെ കൊടുത്തു. എന്നാൽ വീണ്ടും വീണ്ടും ശമൂവേലിനെ കാണാനായിട്ട് ഹന്ന പോകുമ്പോൾ ശമൂവേലിനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്: മകനെ, നീ കണ്ണുനീരിൻ്റെ മകനാണ്, നീ വേദനയുടെ മകനാണ്, നീ നിന്ദയുടെ മകനാണ്. എത്രമാത്രം ത്യാഗം സഹിച്ച് പ്രാർത്ഥന കഴിച്ച് ലഭിച്ചൊരു മകനാണ് നീ. ഒരിക്കലും തിന്മ നിന്നെ തൊടുവാനായിട്ട് ഒരിക്കലും നീ അനുവദിക്കരുത്. മദ്യം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഏലിയുടെ പുത്രന്മാർ വളരെ വഷളന്മാരായിട്ട് നടന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ മക്കളെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായിട്ട് അവരെ നമ്മൾക്ക് ഒരുക്കാം. ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, ജീവിക്കുന്നവനായ ദൈവം നമ്മളെ വഴി നടത്തും. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അച്ഛൻ വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ എന്നെ വിളിച്ചു. എൻ്റെ ബ്രദറിന് വളരെ പ്രയാസം എന്നെ വിളിക്കാനായിട്ട്. കുറേ ദിവസങ്ങൾ അവൻ എന്നെ ഫോൺ ചെയ്തില്ല. ഒരു ദിവസം വിളിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കും. നമ്മൾ പ്രതീക്ഷിക്കാതെ, ഇവിടെ ഇരിക്കുന്ന ചില മുഖങ്ങളെയൊക്കെ എനിക്കറിയാം, പ്രതീക്ഷിക്കാതെ പലതും സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള മരണം, പെട്ടെന്നുള്ള രോഗം, ചില മുഖങ്ങളെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. നമ്മൾ ജീവിതത്തിൽ നിലവിളിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ധൈര്യത്തോടെ നമ്മൾക്ക് നിൽക്കാൻ കഴിയുന്നത് നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മുടെ ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ്. ആ ദൈവം മാത്രമേ ഉള്ളൂ നമ്മുടെ ആശ്രയം. നമ്മൾ ഇതിനകത്ത് വായിക്കുന്നു, ഹന്നയുടെ മുഖം പിന്നെ വാടിയില്ല എന്ന് വായിക്കുന്നു. എന്തുകൊണ്ടാണ് വാടാഞ്ഞത്? ദൈവം തമ്പുരാൻ നമ്മൾക്കുണ്ടെങ്കിൽ, നമ്മളുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ നമ്മൾക്ക് പിന്നെ മുഖം വാടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ദൈവം തമ്പുരാൻ നോക്കിക്കൊള്ളും. എല്ലാവരെയും അതിനായിട്ട് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക.